ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസം ത്വിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തുവതാമഥൈഷാം പ്രാദർശയഃ സ്വപരിചാരകകാതരാക്ഷീഃ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ ആ നരനാരായണ മൂർത്തിമാരുടെ തപസ്സിളക്കാൻ വന്ന അപ്സര സ്ത്രീകൾ, കാമദേവന് എന്ന് വേണ്ട അവരുടെ സുഹൃത്തുക്കൾ, സഹായികളായിട്ട് ധാരാളം പേരെ കണ്ടിരുന്നു. ഒടുവിൽ അങ്ങനെ നരനാരായണ മഹർഷിമാരുടെ തപസ്സിളക്കാൻ കഴിയാതെ വന്നപ്പോൾ ആകെ ഭയചകിതരായി നിന്ന് അവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? കാരണം തങ്ങളുടെ കഴിവുകൊണ്ട് ഇന്നുവരെ ആരുടെയൊക്കെ തപസ്സിളക്കണമെന്ന് തങ്ങൾ വിചാരിച്ചിരുന്നു, അവരുടെയൊക്കെ തപസ്സിളക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തങ്ങളുടെ ആ ലീലാവിലാസങ്ങൾ കൊണ്ട് തപസ്സിളക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ നരനാരായണ മഹർഷിമാർ നിസ്സാരക്കാരല്ല എന്ന് ഈ ദേവാംഗനമാരും കാമദേവനും സഹായികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തിരിച്ച് തങ്ങളിലേക്ക് ആ ഒരു ശാപം, ഈ സത്തുക്കളായിട്ടുള്ള മഹർഷിമാരുടെ ശാപം തങ്ങളിലേക്ക് വരുമോ എന്നൊരു ഭയം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ആ നരനാരായണ മഹർഷിമാര് ആദ്യം അവരെ ഇവരുടെ അന്തർഗതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ആശ്വസിപ്പിക്കുകയാണ് നമുക്ക് ആദ്യത്തെ വരിയിൽ കാണാനാവുന്നത്. ഭീത്യാലമംഗജ വസന്തസുരാംഗന. ഭീത്യ, അലം, അങ്കജ, ഇങ്ങനെ 3 ഇനിയുണ്ട്. വസന്തസുരാംഗന, ഇങ്ങനെ 5 വാക്കുകൾ ചേരുന്നതാണ് ഭീത്യാലമംഗജ വസന്തസുരാംഗന. ഇവിടെ ഭഗവാൻ പറയാണ്, നരനാരായണ മഹർഷിമാർ പറയുകയാണ്, ഭീത്യ എന്ന് പറഞ്ഞാൽ ഭയം, അലം എന്ന് പറഞ്ഞാൽ വേണ്ട, ഒട്ടും തന്നെയും ഭയപ്പെടേണ്ട. അതോ ആരോടൊക്കെയാ പറയുന്നത്? അങ്കജ എന്നാൽ കാമദേവൻ, അല്ലയോ കാമദേവ. അതുപോലെ കഴിഞ്ഞില്ല, വസന്ത, അല്ലയോ വസന്ത. നമ്മൾ കണ്ടിരുന്നു അല്ലേ, വസന്തനെ മലയാനില്ലനെ ഒക്കെ കണ്ടിരുന്നു. അടുത്ത പറയുകയാണ് സുരാംഗന എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകള്. അപ്പോൾ ആരൊക്കെയാണോ തങ്ങളിൽ മായ കാണിച്ച് തങ്ങളെ ഭ്രമിപ്പിക്കാമെന്ന് കരുതി വന്നത്, അവരെയൊക്കെ തന്നെയും പേരെടുത്ത് ചൊല്ലി തന്നെ ആ നരനാരായണ മഹർഷിമാർ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ കാമദേവ, പിന്നെയോ വസന്ത, ദേവാംഗനമാരെ, നിങ്ങൾ ആരും ഒട്ടും തന്നെയും ഭയപ്പെടേണ്ട. ഓ എന്നാൽ വഹ എന്നാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെയും ഭയം വേണ്ട. അലം എന്നാൽ വേണ്ട, അപ്പോൾ ഒട്ടും തന്നെയും ഭയം വേണ്ട. മന്മാനസം, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ, ത്വിഹ എന്ന് പറഞ്ഞാൽ തു ഇഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വിഹ. അപ്പോൾ തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, ഇഹ ഇവിടെ. അപ്പോൾ എൻ്റെ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയാകട്ടെ ഇവിടെ ജുഷത്വം ഇതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജുഷത്വം ഇതി. ജുഷത്വം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചാലും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ആ ലൗകികമായ തലത്തിലാണെങ്കിൽ ഒരു പടിയും കൂടി നിങ്ങളൊന്ന് ഉയർന്ന് എൻ്റെ തലത്തിലേക്കൊന്ന് എത്തിയാലും അവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ആ പ്രശാന്തരമണീയമായിട്ടുള്ള ആ പരമമായ ശാന്തിയെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയുള്ള ആ തലത്തിൽ ഇത്തരത്തിലുള്ള ലൗകികമായ ചേഷ്ടകൾക്കൊന്നും തന്നെയും സ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് പറഞ്ഞത്, കുറച്ചുകൂടി ഒന്ന് എൻ്റെ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയെ നിങ്ങളൊന്ന് പ്രാപിച്ചാലും
ഇഹ ഇഹ എന്നാൽ ഇവിടെ ഇതി ഇപ്രകാരം ബ്രുവാണ ബ്രുവാണ എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ത്വം അങ്ങ് വിസ്മയേന അത്യന്തം അത്ഭുതത്തോടു കൂടി തന്നെ പരിതസ്തുവതാമധൈഷാം പരിതഃ എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റും നിന്നുകൊണ്ട് തൻ്റെ ചുറ്റിനും നിന്നുകൊണ്ട് സ്തുവതാമധൈഷാം സ്തുവതാം അഥ ഏഷാം ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്തുവതാം അഥൈഷാം. സ്തുവതാം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്ന, തൻ്റെ ചുറ്റിനും നിന്ന് സ്തുതിക്കുന്ന. അഥ അഥ എന്ന് പറഞ്ഞാൽ അനന്തരം. ഏഷാം ഏഷാം എന്ന് പറഞ്ഞാൽ ഇവർക്ക്, ഈ തൻ്റെ തപസ്സിനെ ഇളക്കാൻ വന്ന ഈ ഇവർക്ക് തൻ്റെ ചുറ്റിനും നിന്ന് സ്തുതിക്കുന്ന. പ്രാദർശയ പ്രാദർശയ എന്നാൽ കാണിച്ചു കൊടുത്തു, അവർക്ക് കാണിച്ചു കൊടുത്തു, തൻ്റെ ചുറ്റിനും നിന്ന് സ്തുതിക്കുന്ന ആരെ? സ്വപരിചാരക കാതരാക്ഷീഹി. സ്വപരിചാരക തന്നെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന, തങ്ങളെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന കാതരാക്ഷിമാരെ, സുന്ദരികളായ സ്ത്രീകളെ, തൻ്റെ മനസ്സിനെ, തങ്ങളുടെ തപസ്സിനെ ഇളക്കാൻ വന്ന ഈ ലൗകികമായ തലത്തിൽ നിന്നുകൊണ്ട് ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആരൊക്കെയാണോ തങ്ങളുടെ തപസ്സിനെ ഇളക്കാൻ വന്നത്, ഒടുവിൽ അതിനെ ഇളക്കാനാവുന്നില്ലെന്ന് കണ്ടപ്പോഴും ഈ നരനാരായണ മഹർഷിമാർ ഒട്ടും തന്നെയും കോപിഷ്ഠരായില്ല. പകരം അവർ നിൽക്കുന്ന ആ ശാന്തിയുടെ തലത്തിലേക്ക്, ഇപ്പോൾ ലൗകികമായ തലത്തിൽ നിൽക്കുന്നവരെ കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിച്ചത്. ആദ്യം അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു, ഒട്ടും തന്നെയും ഭയം വേണ്ട, എന്നിട്ടോ നിങ്ങൾ എൻ്റെ തലത്തിലേക്ക്, ഞങ്ങളുടെ തലത്തിലേക്ക് ആ മാനസിക അവസ്ഥയെ ഒന്ന് പ്രാപിച്ചാലും. ഇത് ഒരു സദ്ഗുരുവിൻ്റെ ലക്ഷണമാണ്. തൻ്റെ ശിഷ്യന്മാർ ഏതൊക്കെ തരത്തിൽ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും കോപിഷ്ഠരാകാതെ അവരെ തങ്ങളുടെ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക. അവരെ കൊണ്ട് കോപമല്ല തോന്നിയത്, വിരോധഭാവമല്ല ഇവിടെ തോന്നിയത് നരനാരായണ മഹർഷിമാർക്ക്. ലോകത്തെ തന്നെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആ ഒരു ആത്മജ്ഞാനത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാനായി അവതാരം കൊണ്ട നരനാരായണ മഹർഷിമാർ ഇവിടെ ആ തലത്തിലേക്ക് തന്നെ പ്രലോഭിപ്പിക്കാൻ വന്നവരെ പോലും, അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ വന്നവരെ പോലും ഉയർത്താൻ പ്രചോദിതരാകുന്ന കാഴ്ച ഒരു ഉത്തമമായ ഗുരു, ഒരു ഉത്തമനായ ഗുരു, ഒരു ഉത്തമയായ ഗുരു എങ്ങനെയാകണം. ഇവിടെ മാർഗദർശിയാണ് നരനാരായണ മഹർഷിമാർ. ആ ആത്മതത്വത്തെ, പ്രത്യേകിച്ചും ആത്മീയ ഗുരുക്കന്മാരെങ്ങനെയാകണമെന്ന് കാണിച്ചു തരികയായിരുന്നു. അവരോട് പറഞ്ഞത്, ഇങ്ങോട്ട് ഉയർന്നു വരൂ, എൻ്റെ തലത്തിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ഈ തലത്തിൽ നിൽക്കുന്നവർക്കേ കാണാൻ കഴിയൂ തങ്ങളുടെ ചുറ്റും തങ്ങളെ സേവ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സുന്ദരികളെ. അപ്പോൾ ആ സുന്ദരികളുടെ മുൻപിൽ ഈ വന്ന ദേവസ്ത്രീകളോ അല്ലെങ്കിൽ മറ്റുള്ള കാമദേവനോ കാമദേവന്റെ കൂട്ടാളികളോ ഒന്നുമല്ല, എത്രയോ നിസ്സാരരാണ് എന്നറിയുന്നിടത്ത് അവിടെ മോഹിതരാകാത്ത, അവിടെ വ്യതിചലിക്കാത്ത ആ നരനാരായണ മഹർഷിമാരെങ്ങനെയാണ് ഇത്രയും ലൗകികമായ തലത്തിൽ നിൽക്കുന്ന ഇവരുടെ ചേഷ്ടകളിൽ വ്യതിചലിക്കുന്നത് എന്ന് തന്നെയുമല്ല, ഇവർക്ക് മറ്റൊന്നുകൂടി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ ലൗകിക തലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ആ സുന്ദരികളായ സ്ത്രീകൾക്ക് പോലും ഇതുപോലെയുള്ള ചേഷ്ടകളിൽ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരുക്കുന്നതിൽ തീരെ തൽപരരല്ല. അവരെപ്പോഴും ഇതുപോലെയുള്ള സജ്ജനങ്ങളെ സേവ ചെയ്യുന്നതിൽ മാത്രം മുഴുകിയിരിക്കുന്നതിൽ താല്പര്യപ്പെടുന്നവരാണ്. എത്ര ഉദാത്തമായ ഒരാശയമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നരനാരായണ മഹർഷിമാർ തന്നെ. തങ്ങളുടെ ആ ഒരു ഔന്നത്യം
മാഹാത്മ്യം, മഹത്വം മുഴുവനും ഈ ഒരു ലീലയിലൂടെ നരനാരായണ മഹർഷിമാർ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ആ തങ്ങളെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സുന്ദരികളായ സ്ത്രീകളുടെ തലത്തിലേക്ക് നിങ്ങളും കൂടി ഉയർന്ന് ചിന്തിക്കൂ. ലൗകികമായ തലം ഒന്ന് വിട്ടു നിൽക്കൂ, ഒന്ന് വിട്ടു ഉയരാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ മഹത്വം എന്താണ് എന്ന്. അഥവാ നരനാരായണ മഹർഷിമാര് ശരിയായ ആത്മജ്ഞാനത്തെ ലൗകികമായ തലത്തിൽ നിൽക്കുന്ന തന്നെ പ്രലോഭിപ്പിക്കാൻ വന്നവരെ അതേ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, എന്നാൽ തൻ്റെ നിലയിൽ നിന്നും ഒട്ടും താഴേക്കിറങ്ങാതെ അവരെ അവിടെ നിന്നും മുകളിലേക്ക് നോക്കി, നിങ്ങൾ നിൽക്കുന്നതിലും എത്രയോ സുന്ദരമാണ്, എത്രയോ ശാന്തമാണ്, എത്രയോ ആനന്ദ നിർഭരമാണ് ആ ഒരു അവസ്ഥ എന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ആ ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നമ്മൾ ഈ അടുത്ത സമയം കൊണ്ട് 2 ശ്ലോകം വീതമായിരുന്നു പലപ്പോഴും നമ്മൾ സത്സംഗ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ത്രോട്ടിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ 1 ശ്ലോകമേ എടുക്കുന്നുള്ളൂ. ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസം ത്വിഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകാതരാക്ഷി. നീ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ആ ഒരു പാദം ഭീത്യാലമംഗജവസന്തസുരാംഗന, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അടുത്ത പാദത്തിൽ വരുമ്പോൾ ബ്രുവാണ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ജുഷധ്വമിതി, അവിടെ ജുഷധ്വം ഇതിയാണ്. അതുപോലെ അടുത്തത് 3-ാമത്തെ പാദത്തിൽ സ്തുവതാമഥൈഷാം, അവിടെ സ്തുവതാം അഥ ആണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അടുത്തതിൽ വരുമ്പോൾ 2 വാക്കുകളുടെയും അവസാനം വിസർഗമുണ്ട്. പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഹി. ഇതിത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. സ്വപരിചാരക കാതരാക്ഷി, അത് ചേർത്ത് തന്നെ എടുക്കുക. ഹരേ കൃഷ്ണ.